പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ്. കാരണം നമുക്കെല്ലാവർക്കും, നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷത്തോടു കൂടി സുഖസൗകര്യത്തോടു കൂടി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടം നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കെട്ടിടം നിന്ന സ്ഥലത്ത് അതിന് മുമ്പൊരു കെട്ടിടമുണ്ടായിരുന്നു, ഒരു 18 മുറി കെട്ടിടം. ഞാനും നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇരുന്ന് പഠിച്ച കെട്ടിടം. 2021 ജൂലൈയിലാണ് ഞാനവിടെ പ്രഥമാധ്യാപകനായി വരുന്നത്. കോവിഡ് കാലഘട്ടമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ സ്കൂളിൽ കുട്ടികളില്ല. പക്ഷേ സ്കൂളിൻ്റെ ഫിറ്റ്നസ് ഗവൺമെൻറ് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ഫിറ്റ്നസ് എടുക്കാനായി വന്ന എൻജിനീയറിംഗ് വിഭാഗം സ്കൂൾ കെട്ടിടം പരിശോധിച്ച് അതിനി കുട്ടികളെ ഇരുത്താൻ യോഗ്യമല്ല എന്ന് സർട്ടിഫൈ ചെയ്യുകയുണ്ടായി. അല്ലാത്ത ഒരു ഉൾക്കിടിലം നേരിട്ട കാലഘട്ടമായിരുന്നു അത്. ഘട്ടത്തിൽ അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി നമ്മോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി, ആ ഉറപ്പ് സാർത്ഥമാക്കി തരാൻ പറ്റുന്ന തരത്തിൽ നമ്മളോടൊക്കെ, നമ്മുടെ നാട്ടുകാരോട് വളരെ സ്നേഹപൂർവ്വം ഇടപെടുന്ന ഒരു MLA നമുക്കുണ്ടായിരുന്നു, ശ്രീമതി ശാന്തകുമാരി, അഡ്വക്കേറ്റ് ശാന്തകുമാരി. അവരുടെ പിൻബലത്തിലാണ് ആ കെട്ടിടം പുനർനിർമ്മിക്കാൻ, ആ കെട്ടിടം നിന്ന സ്ഥലത്ത് പുതിയ കെട്ടിടം കൊണ്ടുവരാൻ കഴിയും എന്നൊരു ഉറപ്പിൻ്റെ മേൽ അത് പൊളിച്ചു നീക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങി. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ലേലം ചെയ്ത് കെട്ടിടം പൊളിച്ചു നീക്കുകയും ആ പൊളിച്ചു നീക്കിയ സ്ഥലത്ത് തന്നെ MLA വാഗ്ദാനം ചെയ്തതുപോലെ 5 കോടി രൂപയ്ക്ക് നല്ല സൗകര്യമുള്ള 21 മുറി കെട്ടിടം സാർത്ഥകമായി കിട്ടിയിരിക്കുകയാണ് ഇന്ന്. അത് കേവലം ഒരു ദിവസത്തിൻ്റെ അധ്വാനമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്കും സ്കൂൾ കെട്ടിടം കൊണ്ട് ഒരു അപകടമുണ്ടായി എന്ന് ഒരു അപഖ്യാതി വന്നുകൂടാ എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ് ഗവൺമെൻറ്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് നമ്മോടൊപ്പം നിൽക്കും എന്നുള്ള വിശ്വാസത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം അതിൽ ഉൾപ്പെടുത്തി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേലാണ് നമുക്ക് ഈ കെട്ടിടം ഇന്നിവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ നാട്ടുകാരോടൊപ്പം, ഈ കുട്ടികളോടൊപ്പം, നിങ്ങളെല്ലാവരോടുമൊപ്പം ഞാനും വളരെ സന്തോഷവാനാണ്. നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം നേടാൻ അതിനനുയോജ്യമായ വീട്ടിലോ അല്ലെങ്കിൽ വീടിനേക്കാൾ മികച്ച സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടം നമുക്കുണ്ടാകും. അത് ഉണ്ടായിട്ടുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടാൻ അത് കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.